തൃശൂരിൽ നോമിനേഷൻ കൊടുക്കുന്നതിനെ ചൊല്ലി തർക്കം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനുമായി തർക്കത്തിലേർപ്പെട്ട മുൻ മന്ത്രി VS സുനിൽകുമാർ UDF സ്ഥാനാർത്ഥിക്ക് പിന്നാലെ LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനായിരുന്നു നാമനിർദ്ദേശം കൊടുക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇതിനെ മറികടന്ന് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പത്രിക കൊടുക്കാൻ ശ്രമിച്ചതാണ് തർക്കങ്ങൾക്ക് കാരണം. ലെവിൻ K. വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. ലെവിൻ, എന്താണ് തർക്കത്തിന് കാരണം? അവസാനം അത് സമാധാനപരമായി തീർത്തോ തർക്കം? സ്വാതി 12:30 കൂടിയാണ് തൃശ്ശൂരിൽ RDOയാണ് ഭരണാധികാരിയായി തൃശ്ശൂർ മണ്ഡലത്തിന്റെ നിശ്ചയിച്ചിരിക്കുന്നത്. RDO വിനോദ് രാജിന് മുന്നിൽ പത്രിക സമർപ്പിക്കാൻ കോൺഗ്രസ്, LDF, BJP സ്ഥാനാർത്ഥികൾ എത്തിയിരുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടാമതായിട്ടാണ് പത്രിക സമർപ്പിക്കാൻ അവസരം ഒരുക്കിയിരുന്നത്. ഒന്നാമത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള രാജൻ J. പല്ലൻ പത്രിക സമർപ്പിച്ച് തൊട്ടു പിന്നാലെ തന്നെ ആലങ്കോട് കയറേണ്ടതായിരുന്നു. എന്നാൽ ഇവരെ അവിടേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ BJP നേതാക്കൾ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയുമായി എത്തുകയും അവർ രണ്ടാമതായി കയറാനുള്ള ശ്രമം നടത്തുകയും ഭരണാധികാരി അവരുടെ കയ്യിൽ നിന്നും ആ പേപ്പറൊക്കെ വാങ്ങാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തതോടുകൂടിയാണ് ബഹളവും തർക്കവും ഉണ്ടായത്. മുൻ മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ VS സുനിൽകുമാർ ഇത്തരത്തിൽ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി ബഹളമുണ്ടാക്കുകയും ഭരണാധികാരിയോട് കയർക്കുകയും ചെയ്തതിന് പിന്നാലെ പിന്നീട് BJP പ്രവർത്തകരും നേതാക്കളും പിന്മാറുകയായിരുന്നു. അതിനുശേഷം ആലങ്കോട് ലീലാകൃഷ്ണൻ തന്നെ LDF സ്ഥാനാർത്ഥി തന്നെ രണ്ടാമത് പത്രിക സമർപ്പിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് BJP നേതാക്കൾ എത്തിയത്. ഏതായാലും സംയോജിതമായി തന്നെ BJP ആ വിഷയത്തിൽ നിന്ന് പിന്മാറുകയും നേതാക്കളടക്കം ഇടപെട്ട് ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടുകൂടി ആ തർക്കം അവിടെ അവസാനിക്കുകയായിരുന്നു. ഏതായാലും നോമിനേഷൻ പ്രക്രിയ അതിന്റെ പകുതിയിലധികം തൃശ്ശൂർ ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. വിവിധ മണ്ഡലങ്ങളിലായി മത്സരിക്കുന്ന ഒട്ടേറെ സ്ഥാനാർത്ഥികൾ എന്തായാലും ആ തർക്കത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് വേറെ ആൾക്കാർ കൊടുക്കുക എങ്ങനെയാണ്? ഞങ്ങൾ കൊടുത്ത ഇറങ്ങിയ ശേഷം ഇറങ്ങിക്കോട്ടെ. ശരി, ഞങ്ങൾ നോമിനേഷനുമായി ഒന്നിരുന്നോ? ഞങ്ങൾ ഒപ്പം നിൽക്കേണ്ട.